രോഗികൾക്ക് ദൈവതുല്യനാണ്. ദൈവം വരുന്ന പോലെ അദ്ദേഹം വരുമ്പോൾ രോഗികൾ കാലിൽ വീഴുന്ന പോലെ അത്രയും സ്നേഹമാണ്. ഇപ്പോൾ ഒരു 40 വയസ്സുള്ള ഒരാൾക്കാണെങ്കിൽ അടുത്തൊരു 50 വർഷം കൂടി ഈ ബോഡിയെ നമ്മൾ പ്രിസർവ് ചെയ്യണം. നമ്മുടെ ഫങ്ഷൻസിനെ ഹൗ ടു പ്രൊലോങ് ഇറ്റ്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ടുഡേ. ഈ ഫിസിയോതെറപ്പിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു പ്രാക്ടീസിൻ്റെ ഭാഗമായി ഞങ്ങൾ വെല്ലൂർ CMC ഹോസ്പിറ്റലിന്റെ ഒരു ഭാഗമായി ഒരു ലെപ്രസി ഹോസ്പിറ്റലുണ്ട്, ഷിഫ്ലിൻ റിസർച്ച് സെന്റർ എന്ന് പറഞ്ഞ്. അവിടെ ഞങ്ങൾക്ക് കുറെ നാൾ പോകാൻ സാധിച്ചു. അത് ഒരു ലൈഫ് ചേഞ്ചിങ് ഒരു സമയമായിരുന്നു. അതിനെപ്പറ്റി ഞാൻ സംസാരിച്ചാൽ, ഈ ലെപ്രസി പേഷ്യൻ്റ് അല്ലെങ്കിൽ കുഷ്ഠരോഗികൾ എന്ന് പറഞ്ഞാൽ ഇന്നും എനിക്കൊന്ന സമൂഹത്ത് ഒരു വലിയ ഒരു പ്രയാസം അനുഭവിക്കുന്ന, അകറ്റി നിർത്തുന്ന ഒരു സമൂഹമാണ്. അവരെ കണ്ടെത്തി, അവരെ ചികിത്സിച്ച്, അവരെ സുഖമാക്കി, അവരെ റീഹാബ് ചെയ്ത്, അവരെ എന്തെങ്കിലും തൊഴിൽ പഠിപ്പിച്ച്, തൊഴിലിൽ കൂടി അവർക്ക് വേതനം ഉണ്ടാക്കി അവർക്ക് അവിടെ തന്നെ താമസിക്കാം. അവരെങ്ങും പോകുന്നില്ല. അവർക്ക് ഫാമിലി ഉണ്ടെങ്കിൽ തിരികെ പോവാം, ഇല്ലെങ്കിൽ അവരെ അവിടെ തന്നെ താമസിപ്പിച്ച്, അവിടെ ഹോസ്പിറ്റൽ കോംപ്ലക്സ് അവർക്ക് തന്നെ ഒരു റീഹാബ് ഏരിയ ഉണ്ട്. അവിടെ തന്നെ ചെയ്ത് വളരെ ഒരു എക്സ്റ്റൻസീവായി സർവീസ് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റൽ. അവിടുത്തെ ഒരു ഡയറക്ടർ ഡോക്ടർ സാമുവൽ, അത് അദ്ദേഹമൊക്കെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ രോഗികൾക്ക് ദൈവതുല്യനാണ്. ദൈവം വരുന്ന പോലെ അദ്ദേഹം വരുമ്പോൾ രോഗികൾ കാലിൽ വീഴുന്ന പോലെ അത്രയും സ്നേഹമാണ്. അവരെ ചികിത്സിക്കുന്നതാണെങ്കിലും വളരെ ഒരു ഗ്യാപ്പും രോഗികളും ഡോക്ടേഴ്സോ അവിടെയുള്ള സ്റ്റാഫുകളുമായിട്ട് ഒരു ഗ്യാപ്പും ഇല്ലാതെ അവരെ വളരെ ബെയർ ഹാൻഡോടെ നമ്മുടെ കൈകൊണ്ട് തന്നെ ഹഗ് ചെയ്യുകയും അവരെ ടച്ച് ചെയ്യുകയും ഒക്കെ ചെയ്ത് നമുക്ക് വളരെ ഭയപ്പാട് തോന്നുന്ന ഒരു കാലഘട്ടമാണ്. എങ്കിലും അത്രയും അവരെ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹമാണ് അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ അവിടെ പോയി അങ്ങനെയുള്ള ഒരു സമൂഹത്തെ ട്രീറ്റ് ചെയ്യുന്നത് കണ്ടപ്പോൾ, അതിന്റെ ഭാഗമാകാൻ ഞങ്ങൾക്ക് കുറച്ച് പേർക്ക് സാധിച്ചപ്പോൾ, അതൊരു ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി സർവീസ് ചെയ്യണം. നമ്മുടെ PT കൊണ്ടും അവർക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ്. അതായത് PT തെറപ്പി എന്തായിരുന്നു ചോദിച്ചാൽ, അവരുടെ പല കൈകളിലൊക്കെ നഷ്ടപ്പെടുമ്പം, പല ഫങ്ഷൻസ് നഷ്ടപ്പെടുമ്പം ഒരു സർജിക്കലിലൂടെ പല ടെൻഡനുകളും മസിലുകളെ ട്രാൻസ്ഫർ ചെയ്ത് അതിനെ ട്രെയിൻ ചെയ്ത് ഫങ്ഷൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കും. അന്നേരം അവർക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ സാധിക്കുന്നു, കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു. അതിനൊക്കെയുള്ള റീട്രെയിനിങ് തെറപ്പി, ഒരു വലിയ തെറപ്പിസ്റ്റുകളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അവരതിനെ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ വൂണ്ട് കെയർ നമ്മുടെ ഒരു ഭാഗം തന്നെയാണ്. വൂണ്ട് കെയർ എന്ന് പറഞ്ഞാൽ വൂണ്ട് കെയറിന് എങ്ങനെ അവരെ സഹായിക്കുന്നു. അതൊരു വളരെ നല്ലൊരു ട്രെയിനിങ് ആയിരുന്നു. അതാണ് ഇന്നും ഞാൻ പല സമയങ്ങളിലും ഈ PT ഒക്കെ ചെയ്യുമ്പോൾ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു എനർജി, ഒരു ഊർജ്ജം. ഇവിടുന്ന് അങ്ങനെ ലെപ്രസി ഒരു ഇഷ്യൂ ആയിട്ട് ഇപ്പൊ ഇല്ലായിരിക്കും. ഇവിടെ ലെപ്രസി പേഷ്യൻസിനെ നമ്മൾ കാണാറില്ല. പക്ഷെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആശുപത്രി ഇപ്പം നമുക്കിപ്പോൾ ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാരെയും അല്ലെങ്കിൽ നമുക്ക് ലീഗൽ സ്റ്റാറ്റസ് അല്ലാത്തവരും ഒക്കെ വളരെ കുറഞ്ഞ കഴിവുള്ളവരെ ചികിത്സിക്കുന്ന ഒരു ഹോസ്പിറ്റലിലാണ് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അതും ഒരു വലിയ സർവീസിന്റെ ഭാഗമാണ്. കാരണം അവർക്ക് വേറൊരു സ്ഥലമില്ല പോകാനായിട്ട്. അന്നേരം അവര് ഒരു നമ്മൾ പറയുന്ന പോലെ നമ്മുടെ മിനിസ്ട്രിയുടെ ഒരു ഭാഗം എന്ന് വിചാരിച്ചു വേണം. ഒരു സർവീസാണ് ഈ ഹെൽത്ത് കെയർ എന്ന് പറയുമ്പോൾ തന്നെ. ഹെൽത്ത് കെയറിൽ പോകുന്ന എല്ലാവരും ഒരു പ്രൊഫഷണൽക്കാരിലുപരി, അത് ഡോക്ടേഴ്സ് തൊട്ട് അവിടെ ചെയ്യുന്ന ക്ലീനേഴ്സ് വരെ എല്ലാവരും ഒരു സർവീസ് ഓറിയന്റഡ് ആൾക്കാരാണ്. കാരണം അവർ ഫ്രണ്ട് ലൈൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഫ്രണ്ട് ലൈനാണ്. നാളെ ഒരു അസുഖം വന്നാൽ, ഇപ്പം കോവിഡ് വന്നു കഴിഞ്ഞു, നമ്മളാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സമൂഹം. അന്നേരം അതൊരു വലിയ സർവീസിന്റെ ഭാഗം. അതിന്റെ ഭാഗമാകുമ്പോൾ കഴിഞ്ഞതിൽ ഞാൻ ഇന്നും അഭിമാനിക്കുന്നു. ഒരു ജോലിക്ക് പോകുന്ന ഒരാളും ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവരും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ആ പ്രയാസപ്പെടുന്ന ആൾക്കാരെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ ആ ഒരു കമ്പാഷൻ എപ്പോഴും മനസ്സിലുണ്ടാവും. മറ്റവരെപ്പോഴും ഒരു ഹൈ സൊസൈറ്റിയിലുള്ള ആളുകളെ എപ്പോഴും കാണുന്നു. അവർക്കപ്പം ഈ ഒരു കാര്യത്തെ പറ്റി ആലോചിക്കാൻ തന്നെ ഹോസ്പിറ്റലിൽ പോകുന്ന ആർക്കും ഇഷ്ടമല്ല. അതിനെപ്പറ്റി ആലോചിക്കാനേ താല്പര്യം. അപ്പൊ അതുകൊണ്ടായിരിക്കണം ഇതൊരു സർവീസ് എന്നുള്ള രീതിയിൽ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും അതിലുള്ളവർക്ക് തന്നെ അതിനകത്ത് കമ്മിറ്റ്മെന്റ് ഉള്ളതും. അതെ, അതിപ്പം അത് പറഞ്ഞ പോലെ തന്നെ ഈ അങ്ങനെയുള്ള ആൾക്കാരെ ചികിത്സിക്കുന്നത് മാത്രമല്ല, ഈ വരുന്ന ഹെൽത്ത് കെയർ സ്റ്റാഫിന്റെ ഇമോഷനും അവർ ഉള്ളിൽ ഒതുക്കി വെച്ചിട്ടാണ് ചിരിച്ച മുഖമായിട്ട് പോകുന്നത്. പലരും വീട്ടിലെയോ അല്ലെ അവരുടെ സാമൂഹ്യമായ പ്രയാസങ്ങൾ വളരെ ഈ പോകുന്ന എല്ലാവരിലും ഉള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവർ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോൾ അവരെക്കാട്ടിലും വേദനയുള്ള ഒരാളുടെ മുന്നിലേക്ക് അവരുടെ പ്രയാസങ്ങൾ കാണിക്കാറില്ല. അന്നേരം ആ ഒരു സമൂഹത്തിനെ ഹാവ് എ ഹ്യൂജ് റെസ്പെക്ട്, എസ്പെഷ്യലി ഓൾ അവർ നഴ്സസ്.
അവരാണ് ഏറ്റവും ഫ്രണ്ട് ലൈനിൽ നിൽക്കുന്നത്. അതെ. ഒരാളെ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇന്ററാക്ഷൻ ഇന്ററാക്ഷൻ അവരാണ് കൂടുതൽ. അന്നേരം അതുപോലെ ഡോക്ടേഴ്സ് എല്ലാവരിലും തുല്യ പ്രാതിനിധ്യമുണ്ട്. അവരുടെ ഒരു സർവീസിനെ ഞാൻ എപ്പോഴും റെസ്പെക്ട് ചെയ്യാം. ഫിസിക്കൽ തെറാപ്പി എന്നുള്ള ഒരു സബ്ജക്റ്റ് അതിനോട് പ്രത്യേകിച്ച് എന്തെങ്കിലും താല്പര്യം ഉണ്ടായിരുന്നോ? പഠിക്കുന്നതിന് മുമ്പ് അങ്ങനെ വല്ലോ? എൻ്റെ ഒരു കസിൻ ഫിസിക്കൽ തെറപ്പിസ്റ്റ് ആയിരുന്നു. അന്നേരം അങ്ങനെയാണ് എനിക്ക് ഇതിനെപ്പറ്റി അറിയാൻ സാധിച്ചത്. എവിടെ നാട്ടില്? ഞാൻ കോട്ടയം പുതുപ്പള്ളി. സോ എങ്ങനെയായിരുന്നു, എവിടെ പഠിച്ചത്? അത് കഴിഞ്ഞ് പിന്നെ ജോലി ഇവിടെ എങ്ങനെ എത്തി? ആ ഒരു റൂട്ട് ഒന്ന്. തീർച്ചയായിട്ടും. ഞാൻ മംഗലാപുരത്താണ് പഠിച്ചത്, കർണാടക സ്റ്റേറ്റിലെ മാംഗ്ലൂരിൽ. അവിടെ നിന്ന് ഞാൻ കുറെ നാള് നാട്ടിൽ വർക്ക് ചെയ്തു. ഞാൻ മംഗലാപുരത്ത് തന്നെ ഒരു കോളേജിൽ കുറെ നാള് പഠിപ്പിച്ചു, ഒരു 1-2 വർഷം. അത് കൂടുതലായിട്ട് നമുക്ക് ഈ സബ്ജക്റ്റിനെ പറ്റി മനസ്സിലാക്കാനൊക്കെ അതൊരു വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. അത് കഴിഞ്ഞ് അബുദാബിയിൽ ഒരു 4 വർഷം അബുദാബിയിലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ 2009 US വരുന്നത്. അപ്പം അഡീഷണൽ സ്റ്റഡീസ് വേണ്ടി വരും. അതെ, വേണ്ടി വരും. എനിക്കൊരു 49 ക്രെഡിറ്റ്സ് വേണ്ടി വന്നു. അന്നേരം ഞാൻ ഇവിടെ വന്ന് ഇവിടുത്തെ കമ്മ്യൂണിറ്റി കോളേജിൽ പോയി ആ ക്രെഡിറ്റ്സ് എടുത്ത് വീണ്ടും അവർക്ക് അപ്ലൈ ചെയ്തു. എന്നിട്ട് അവർ വീണ്ടും ക്രെഡൻഷ്യൽ ഇവാലുവേഷൻ ചെയ്തു. ആ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എലിജിബിലിറ്റി കിട്ടും. അപ്പം ഇവിടുത്തെ ഒരു ചികിത്സ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എല്ലാം ലഭിക്കും. കാരണം ഇപ്പൊ ഇൻഷുറൻസ് ഇൻഷുറൻസ് ഇല്ലേ പോലും ഒരാൾക്ക് ഹോസ്പിറ്റലിൽ പോയാൽ ചികിത്സ ലഭിക്കും. നാട്ടിലങ്ങനെയല്ല. നാട്ടിലല്ലേ ഗവൺമെന്റ് സെറ്റപ്പിൽ പോകണം, ജില്ലാ ആശുപത്രിയിൽ പോകണം, ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പോകണം, പ്രൈവറ്റിൽ പോയാൽ പൈസ കൊടുത്താതെ ചികിത്സയുള്ളൂ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ആര് പോയാലും ചികിത്സയാണ്, എല്ലാവർക്കും എല്ലാം ലഭിക്കും. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. ഫിസിക്കൽ തെറാപ്പി എന്ന് പറയുന്നത് നമ്മൾ ഒന്ന് മൊത്തത്തിലൊന്ന് സമ്മപ്പ് ചെയ്യുവാണെങ്കിൽ എങ്ങനെ അത് പ്രസന്റ് ചെയ്യാൻ പറ്റും? സമ്മറൈസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ബോഡിയെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. ഇപ്പം ഈ ലേറ്റസ്റ്റ് ടെക്നോളജീസും ലേറ്റസ്റ്റ് മെഡിക്കേഷൻസും ഒക്കെ വന്ന് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒത്തിരി ചേഞ്ചസ് ആയി. സോ ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയെ മനസ്സിലാക്കി നമ്മുടെ ഫങ്ഷൻസിനെ റീഗെയിൻ ചെയ്യുക, ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതിരിക്കുക. ഇപ്പോൾ നമ്മൾ കൂടുതൽ ട്രീറ്റ്മെൻറ്റുകളൊക്കെ നമുക്ക് അവൈലബിൾ ആകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ട്രീറ്റ് ചെയ്യപ്പെടുന്നത് സിംറ്റംസിനെയാണോ അതോ കോസിനെയാണോ എന്ന് മനസ്സിലാക്കുക. നമ്മുടെ ബോഡിയുടെ റെസ്പോൺസിബിലിറ്റി നമുക്ക് മാത്രമാണ്. ഇപ്പം ഞാൻ ഒരാളെ ചികിത്സിക്കുന്നെങ്കിൽ ആളുടെ റെസ്പോൺസിബിലിറ്റിയാണ് ആൾക്ക് അതിന് ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഒരാളെ ട്രസ്റ്റ് ചെയ്യുന്നു, ഒരു ക്ലിനീഷ്യനെ ട്രസ്റ്റ് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ നമ്മളുടെ ബോഡിയിൽ ഉണ്ടാകേണ്ട ചേഞ്ചസ് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. അതിന് ക്വസ്റ്റ്യൻസ് നമ്മൾ അവരോട് ചോദിക്കണം, അത് ചോദിച്ച് മനസ്സിലാക്കണം. എന്നിട്ട് ബോഡിയുടെ ഫങ്ഷൻസ് എത്രത്തോളം നമുക്ക് റീഗെയിൻ സാധിച്ചു, അതിനുവേണ്ടി നമ്മൾക്ക് ഭക്ഷണക്രമങ്ങൾ നമ്മൾ ക്രമീകരിക്കേണ്ടി വരും, എക്സസൈസ് സ്കെഡ്യൂളുകൾ ചെയ്യേണ്ടി വരും, നമ്മുടെ പൊസിഷനുകൾ ശ്രദ്ധിക്കേണ്ടി വരും. അതിന് നമ്മൾ ഒരു ക്രമീകരണം ഉണ്ടാക്കി നമ്മുടെ ജീവിത ശൈലികളെ മാറ്റാൻ ശ്രമിക്കുക. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ബോഡി നമുക്ക് ഇപ്പോൾ ഒരു 40 വയസ്സുള്ള ഒരാൾക്കാണെങ്കിൽ അടുത്തൊരു 50 വർഷം കൂടി ഈ ബോഡിയെ നമ്മൾ പ്രിസർവ് ചെയ്യണം. നമ്മുടെ ഫങ്ഷൻസിനെ ഹൗ ടു പ്രൊലോങ് ഇറ്റ്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ടുഡേ. നടക്കാൻ സാധിക്കുമോ, ഓടാൻ സാധിക്കുമോ, നമുക്ക് സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമോ, അതിനു വേണ്ടി എന്ത് ചെയ്യണം? അതിനെന്തെങ്കിലും പ്രയാസങ്ങൾ, മൊബിലിറ്റിയിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യാൻ ഉതകുന്ന ഒരു മെഡിക്കൽ ഫീൽഡാണ് ഈ ഫിസിക്കൽ തെറാപ്പി. അപ്പോൾ താങ്ക് യു വെരി മച്ച്. ഇത്രയും നേരം ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തതിന് നന്ദി. നമ്മുടെ ഗ്രേസ് വോയിസ് ഇത്രയും നല്ലൊരു ഇന്റർവ്യൂ പ്രോസസ് ചെയ്തതിന് ജോൺ സാമുവൽ അങ്കിളിനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു.